ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ജാമ്യം നൽകിയാൽ പരാതിക്കാരിയുടെ ജീവന് ഭീഷണിയാകുമെന്ന വാദം പൊള്ളയാണെന്നും പരാതിക്കാരി രാജ്യത്തിന് പുറത്താണ് താമസിക്കുന്നത് എന്നുമാണ് രാഹുലിന്റെ വാദം. വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഈ കേസിലാണ് രാഹുലിനെതിരെ പോലീസ് പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുകയും രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്തൊക്കെയായിരുന്നു ഇന്ന് ഇപ്പോൾ പ്രതിഭാഗത്ത് നിന്ന്, രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രീജ, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. എന്തായാലും ഇന്ന് വാദം പൂർത്തിയായി. ഇരുഭാഗത്തിന്റെ വാദങ്ങൾ കോടതി കേട്ടു. എന്തായാലും ആ വാദത്തിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിക്കുന്നത് ഈ ആസൂത്രിതമായ ഒരു കേസാണിത്. ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ കേസാണ്. ഒപ്പം പരാതിക്കാരി വാട്സപ്പ് മെയിലിലൂടെ കൂടിയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. ഉഭയകക്ഷി ഉഭയസമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പരാതി ആദ്യം ലഭിച്ചത് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അത് DGPക്ക് കൈമാറി. ലൈംഗിക അതിക്രമ കേസുകൾ DGP അല്ല എടുക്കേണ്ടത്, സ്റ്റേഷനിലെ SSA ആണ് എടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം വാദിഭാഗത്ത് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യുവതിയെ, പരാതിക്കാരിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പൊള്ളത്തരമാണ്. കാരണം യുവതി പരാതിക്കാരി ഇപ്പോൾ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അങ്ങനെ വാദിഭാഗത്തു നിന്ന് പ്രതിഭാഗത്തിനുള്ള നിരവധി കാര്യങ്ങൾ കൃത്യമായ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ കോടതിയിലുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ജാമ്യം നൽകിയാൽ രാഷ്ട്രീയ പിൻബലമുള്ള ആളാണ്, MLA ആണ്, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ പ്രതികളെ, പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റ് മേഖലയിൽ കൂടിയൊക്കെ ഇവരെ അധിക്ഷേപിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഇനി കൂടുതൽ ലഭിക്കാനുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൂടുതൽ ലഭിക്കേണ്ടതായുണ്ട്. കൃത്യമായ മൊഴി രാഹുലിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ജാമ്യം അനുവദിക്കാൻ പാടുള്ള കാര്യമാണ് ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇരു ഭാഗത്തിനെയും വാദം കേട്ടു. എന്തായാലും അതിന് കൃത്യമായ വിധി പറയുന്നത് ഇത് 24-ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 24-ാം തീയതി ആയിരിക്കും രാഹുലിന് ജാമ്യം ലഭിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. പക്ഷേ രണ്ട് ഭാഗത്തിന്റെയും വാദം കോടതി കൃത്യമായി കേട്ടു. രാവിലെ 11 മണിയോടുകൂടിയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം എത്തിയത്. അതായത് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടു ഭാഗത്തിന്റെ വാദം കേട്ടു. പക്ഷേ വിധി പറയുന്നത് ഈ 24-ലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ശ്രീജ, ശശി, നേരത്തെ രണ്ട് കേസുകളിൽ ആദ്യം വന്ന രണ്ട് പരാതികളിലും രാഹുലിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ആശ്വാസമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞാണ് പോലീസ് വളരെ പെട്ടെന്ന് ഈ നടപടിയിലേക്ക് പോവുകയും ഒരു അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുൻപ് ഉന്നയിച്ചിരുന്ന വാദങ്ങളൊക്കെ തന്നെയാണോ ഇത്തവണയും കോടതിക്ക് മുന്നിൽ എത്തിയത്? അതായത് മുൻപ് കോടതി പരിഗണിച്ച വാദങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്? അസിജ, ഒരുപക്ഷെ അത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് പരാതികൾക്ക് സമാനമായ രീതിയിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ ഈ കേസിൽ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഈ പരാതിക്കാരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിലും ഈ ഓഡിയോ സന്ദേശം അടക്കം ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജാമ്യം കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കോടതിയാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് രണ്ട് ഭാഗത്തിന്റെ വാദങ്ങൾ കൃത്യമായി കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് പ്രധാനമായും രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന വ്യക്തിയാണ്, ഒപ്പം MLA ആണ്, രാഷ്ട്രീയക്കാരനാണ്, സ്വാധീനമുള്ള വ്യക്തിയാണ്. ജാമ്യം അനുവദിച്ച ഒരു പക്ഷേ ഈ സംസ്ഥാനം വിട്ടു പോകാൻ തന്നെ സാധ്യതയുണ്ട്. തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ രാഹുലിന് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് നിലനിൽക്കുന്നില്ല. ആസൂത്രിതമായ ചില കാര്യങ്ങളാണ്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഈ കേസിന് തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. ഈ പരാതിക്കാരിയെ യുവതി വാട്സപ്പ് സന്ദേശം മുഖാന്തരമാണ് രാഹുലുമായി അടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. കേസ് എടുത്ത രീതി ശരിയല്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് കോടതി മുമ്പാകെ ഈ വാദിഭാഗവും കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ഒരു എങ്ങനെയാണ് ജാമ്യം ലഭിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് 24-ാം തീയതി മാത്രമേ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇരുഭാഗത്തിന്റെയും വാദം കൃത്യമായി കോടതി കേട്ടു. അതിനുള്ള
തീരുമാനം ഉത്തരവ് ഉണ്ടാകുന്നത് ഇനി 24-ാം തീയതി അതിന് ശേഷമായിരിക്കും നമുക്ക് രാഹുലിന് ജാമ്യം ലഭിക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയുള്ളൂ. പക്ഷേ കൃത്യമായ വിവരങ്ങൾ രാഹുലിനെ സംബന്ധിച്ചുള്ള ക്രൈമുകൾ അത് ഇനി പരാതികൾ ഒരു ഒട്ടനവധി വരാനുണ്ടെന്നുള്ള കാര്യം കൂടി പറയുന്നു. 14ഓളം പരാതികൾ ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നു. അത്തരം കാര്യങ്ങൾ പോലീസിന്റെ തെളിവുകളുണ്ട്. ഇനിയും മൊഴികൾ കൂടുതൽ കൃത്യമായി രാഹുലിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഫോൺ രണ്ട് ഫോണാണ് രാഹുലിന്റെ നിന്ന് പിടിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ലാപ്ടോപ്പും പിടികൂട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പാസ്വേഡ് വേണം. ഇത്തരം തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ജാമ്യം അനുവദിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി രണ്ട് ഭാഗത്തിലെ വാദം കേട്ടിട്ട് 24-ാം തീയതി ആയിരിക്കും ആ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ട്, ഉത്തരവുണ്ടാവുക. ശ്രീജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.